5 ഗ്രാം കഞ്ചാവാണ് വേടന്റെ ഫ്ളാറ്റിൽ നിന്ന് കണ്ടെത്തിയത്. ആദ്യം ഒരു 3 പോലീസുകാർ വന്ന് സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തി കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. പിന്നീടാണ് ഈ കാണുന്ന ജീപ്പിൽ ഹിൽ പാലസ് പോലീസ് സംഘം എത്തി വേടനടക്കം 9 പേരെ കസ്റ്റഡിയിലെടുത്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ ഫ്ളാറ്റ് നിരീക്ഷണത്തിലായിരുന്നുവെന്ന് ഹിൽ പാലസ് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. ഈ വേടൻ താമസിക്കുന്ന ഈ ശ്വാസ ഫ്ളാറ്റിലെ 6H എന്ന മുറിയിൽ നിന്നാണ് ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്തത്. ഇവിടെ വേടനടക്കം 6 പേർക്കാണ് ഈ ഫ്ളാറ്റ് വാടകയ്ക്ക് നൽകിയിരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തുടർന്ന് ഇവിടെ ഇത്തരത്തിൽ ഈ പരിസരവാസികൾ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ചില പരാതികളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് പോലീസ് നിരീക്ഷണം കർശനമാക്കിയത്. അങ്ങനെ ഇന്ന് രാവിലെ മൂന്നംഗ സംഘം പോലീസുകാർ ആദ്യം എത്തി ഇവിടുത്തെ സ്ഥിതിഗതികളൊക്കെ വിശേഷിപ്പിച്ച് ഇവിടെ ആളുകളുണ്ടോ എന്നൊക്കെ ഉറപ്പിച്ചിരുന്നു. അതിനുശേഷമാണ് ഫുൾ ടീം, അതായത് ഹിൽ പാലസ് പോലീസിന്റെ ഫുൾ ടീം ഇങ്ങോട്ടേക്ക് എത്തി ഇവിടെ പരിശോധന നടത്തുകയും ആ മുറിയിൽ നിന്ന് 5 ഗ്രാമോളം വരുന്ന കഞ്ചാവ് പിടികൂടുകയും ചെയ്തത്. അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചു വരികയാണ്. ഈ ഫ്ളാറ്റിൽ താമസിക്കുന്ന ആളുകളൊക്കെ ചേട്ടൻ എപ്പോഴായിരുന്നു, എത്ര മണിയോടുകൂടിയായിരുന്നു കേട്ടോ സംഭവം? എന്ത് സംഭവം നമുക്കറിയില്ല, സംഭവത്തിനെ കുറിച്ചൊന്നും നമുക്കറിയില്ല. പരിശോധിക്കുന്ന പോലീസുകാർ വന്ന കാര്യം ഇല്ല, ഞാൻ നൈറ്റ് ഡ്യൂട്ടിയും കഴിഞ്ഞ് ഞാൻ കിടന്നുറങ്ങിയിരുന്നു. അപ്പൊ എന്നെ മറ്റേ സെക്യൂരിറ്റി വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. പോലീസുകാർ സംസാരിച്ചോ എന്തെങ്കിലും നമ്മളോട്? ഇതിലൂടെ ഇത്തരം പോലീസ് പരിശോധനയൊക്കെ നടക്കാറുണ്ടോ പോലീസ്? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇത് ആദ്യമായിട്ടാ, നല്ലൊരു ഫ്ളാറ്റാ ഞാൻ നോക്കിയിട്ട്. ഇവിടെ ഇങ്ങനൊരു റാപ്പർ താമസിക്കുന്ന കാര്യമൊക്കെ അറിയായിരുന്നോ? റാപ്പർ താമസിക്കുന്ന കാര്യം നമുക്കറിയില്ല. പക്ഷെ ഇവിടെ ഇങ്ങനൊരു സംഭവം ഇല്ല. 3 മാസം കൊണ്ട് ഞാനിത് കാണാറില്ല. നല്ല നല്ല ആൾക്കാരാ വന്നിട്ട് പോണത്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം? ആദ്യമായിട്ടാണ് സംഭവം. ഒരു ഞെട്ടലുണ്ടോ? ഞെട്ടലില്ലേ ഇങ്ങനെയുള്ള കാര്യമൊക്കെ ഓരോ ആദ്യമായാണ് ഈ ഫ്ളാറ്റിൽ ഇത്തരത്തിലൊരു പരിശോധന നടക്കുന്നതെന്ന് പറയുന്നത്. പക്ഷേ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ച് നാളുകളായി ഇവർ നിരീക്ഷണത്തിലായിരുന്നു. ഈ ഫ്ളാറ്റ് ആ ഒരു പശ്ചാത്തലത്തിൽ കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധന എന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇനി തുടർ നടപടികളുടെ ഭാഗമായി ഇപ്പൊ 5 ഗ്രാം കഞ്ചാവ് മാത്രമാണുള്ളത്. അത് വലിയ നടപടിയിലേക്കൊന്നും പോകാനുള്ള സാധ്യതയില്ല. പോലീസ് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാനുള്ള ഒരു വകുപ്പ് മാത്രമാണുള്ളത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലഹരിക്കെതിരെ എല്ലാ വേദികളിലും ശക്തമായി ആഞ്ഞടിക്കുകയും അതോടൊപ്പം തന്നെ തന്റെ പാട്ടുകൾ കേൾക്കാൻ വരുന്ന ആളുകളോട് ലഹരി ഉപയോഗിക്കരുത് എന്നുള്ള ഉപദേശമൊക്കെ നൽകുന്ന ഒരാളാണ് വേടൻ എന്നുള്ളതാണ്. ആ വേടന്റെ ഫ്ളാറ്റിൽ നിന്നാണ് ഇത്തരത്തിൽ 5 ഗ്രാം കഞ്ചാവ് പിടികൂടിയത്. സുഹൃത്തുക്കൾ അടക്കമുള്ള ആളുകളുണ്ട്. ആരാണ് കഞ്ചാവ് എത്തിച്ചത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ഇനി വരേണ്ടിയിരിക്കുന്നു. എവിടെ നിന്ന് ഇത് ലഭിച്ചു എന്നുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളൊക്കെ നടക്കും. ഇപ്പോഴും പോലീസ് സംഘം അകത്തുണ്ട്. ഇവരെ ഈ 9 പേരെയും ചോദ്യം ചെയ്തു വരികയാണ് ഇതിന്റെ ഉറവിടമടക്കം കണ്ടെത്താനുള്ള. അതായത് നമ്മൾ ഇന്ന് രാവിലെ സൂചിപ്പിച്ചതാണ്, എറണാകുളത്തെ പ്രധാനപ്പെട്ട ഈ സിനിമാ മേഖലയും അല്ലെങ്കിൽ അത്തരം മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ താമസിക്കുന്നിടങ്ങളും സിനിമാ ലൊക്കേഷനുകളും ഒക്കെ കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധനകൾ ശക്തമാക്കിയിട്ടുണ്ട് എന്ന്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഇന്ന് രാവിലെ ഒരല്പം 2 മണിക്കൂർ മുമ്പ് ഇത്തരത്തിലൊരു പരിശോധന നടത്തുകയും വേടന്റെ മുറിയിൽ നിന്ന് ഈ കഞ്ചാവ് പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തത്. വിശദമായ അന്വേഷണത്തിലേക്ക് ഇതുമായി ബന്ധപ്പെട്ടും പോലീസ് കടക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലൊരു പരിശോധന ഹിൽ പാലസ് പോലീസ് നടത്തിയതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കഴിഞ്ഞ കുറച്ച് നാളുകളായി നിരീക്ഷണത്തിലായിരുന്നു ഈ ഫ്ളാറ്റും ഈ പരിസരവും ഒക്കെ. ഇന്നലെയോടുകൂടിയാണ് വേടൻ പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ടേക്ക് എത്തിയത്. വേടൻ ഇവിടെ ഉണ്ട് എന്ന് ഉറപ്പിച്ച ശേഷം തന്നെയാണ് പോലീസ് ഫ്ളാറ്റിനകത്തേക്ക് കയറുകയും ഈ കഞ്ചാവ് പിടിച്ചെടുക്കുകയും ചെയ്തത്.